വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും റോഡ് ഷോയും നടന്നു. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ റോഡ് ഷോ നടത്തി. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ശേഷമാണ് റോഡ് ഷോ നടത്തിയത്. കൺവെൻഷൻ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ജീവിതയാത്രയിൽ പലപ്പോഴായി പല സ്ഥലത്ത് വെച്ച് നമ്മൾ കണ്ടുമുട്ടി. ആർക്ക് ഉപകരിക്കുമെന്ന് ഒരിക്കലും പറയാനാവില്ല. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉപകരിക്കാം. കുഞ്ഞികൃഷ്ണൻ ആപത്ത് വന്നപ്പോൾ നമ്മൾ ഉപകരിക്കാനായിട്ടാണ് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നെങ്കിലും ഒരിക്കൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾക്കും പ്രതിഭാസങ്ങൾക്കുമെതിരെ പ്രതികരിക്കാൻ ആളുകളുണ്ടാകും എന്നുള്ളത് വസ്തുനിഷ്ഠമായൊരു കാര്യമാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിവിടെ. കാരണം ഈ പാർട്ടിക്ക് ഒരു വലിയ ചരിത്രമുണ്ട്. കുഞ്ഞികൃഷ്ണൻ മത്സരിക്കാൻ തയ്യാറായി. നമ്മൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നു. ഇത്തവണ ജനങ്ങൾ സ്ഥാനാർത്ഥിയുടെ സൗന്ദര്യം കണ്ടല്ല വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇത്തവണ ജനങ്ങൾ സ്ഥാനാർത്ഥിയുടെ പാരമ്പര്യം, പൈതൃകം ഇതൊന്നും നോക്കുന്നില്ല. ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ആരൊക്കെയാണോ മത്സരിക്കുന്നത് അവരെ ജയിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ജനത്തിന് മുമ്പിൽ മറ്റൊന്നും ഒരു വിഷയമല്ല. കാരണം ജനങ്ങൾ ഈ ഗവൺമെന്റിനെ വെറുത്തു, മടുത്തു. ഈ ഗവൺമെന്റ് മാറണം. ഇത്തവണ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ഒന്നും പ്രശ്നമില്ല. UDF ആണോ LDF ആണോ? UDF ആണോ? ചിഹ്നം പ്രശ്നമല്ല. വോട്ട് തരും, വോട്ട് വാങ്ങിക്കണം. അതുകൊണ്ട് ഇത്തവണ കള്ളവോട്ട് തടയാനും നിങ്ങൾ പോകണ്ട. കാരണം കള്ളവോട്ട് മുഴുവൻ കുഞ്ഞികൃഷ്ണൻ ചെയ്യാൻ പോകുന്ന അത് തടയാനും നിങ്ങൾ പോകണ്ട. MLAയും കൂട്ടരും നടത്തിയ തട്ടിപ്പുകൾ പാർട്ടിക്കകത്ത് പറഞ്ഞ് പരിഹാരമില്ലാത്തത് കൊണ്ടാണ് ജനങ്ങളോട് പറയാൻ നിർബന്ധിതമായത്. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സമീപനമാണ് CPM നേതൃത്വത്തിനെന്ന് നേരത്തെ ബോധ്യമുണ്ടായിരുന്നില്ല. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങൾ പിടികിട്ടിയത്. മോന്തായം വളഞ്ഞാൽ 64 വളയുമെന്ന ചൊല്ലുപോലെയാണ് പാർട്ടിയിലെ അവസ്ഥയെന്ന് തുടർന്ന് പ്രസംഗിച്ച ഈ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചവരിൽ ചില ആളുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അഴിമതിക്കെതിരെയുള്ള, അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. CPM-നകത്ത് കഴിഞ്ഞ 4.5 വർഷക്കാലമായി നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമായി ഒരു പരിഹാരവും ഉണ്ടായില്ല എന്നതുകൊണ്ടാണ് ആ വിഷയങ്ങൾ, പാർട്ടിക്കുള്ളിലെ വിഷയങ്ങൾ പരസ്യമായി ജനങ്ങളോട് പറയാൻ നിർബന്ധിതനായത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി ജനങ്ങൾക്കിടയിൽ അത് വിതരണം ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമാണ് എങ്കിൽ അത് താഴെ കിട്ടാനുണ്ട്. ആ പുസ്തകത്തിൽ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അഴിമതിക്കാരെ ഈ പാർട്ടി സംരക്ഷിക്കുന്നു എന്നത് എനിക്ക് നേരത്തെ ബോധ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വലിയ വ്യഗ്രത നേതൃത്വം കാണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോൾ മോന്തായം വളഞ്ഞാൽ 64 വളയും എന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിലുള്ളതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിലയിൽ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.
കാരണം ഒരാളുടെ പേരിൽ നടപടിയെടുത്താൽ അവിടെ നിൽക്കില്ല. അയാൾക്ക് മറ്റാളുകളുടെ ചെയ്തികളെ സംബന്ധിച്ച് ബോധ്യമുണ്ടാകും. അയാളത് ചൂണ്ടിക്കാണിച്ചാൽ അത്തരം ആളുകൾക്കെതിരെയും നടപടിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് ആരും ഒന്നും കണ്ടാൽ മിണ്ടേണ്ടതില്ല എന്ന നിലപാടിലേക്ക് നേതൃത്വം പോയതിൻ്റെ ഫലമായിട്ടാണ് ഈ നിലയിലുള്ള ഒരവസ്ഥയിലേക്ക് പയ്യന്നൂരിൽ എത്തിച്ചേർന്നത്. ഇവിടെ ഞാൻ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചതേയല്ല, ആലോചിച്ചതേയല്ല. പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ ഈ കളങ്കിതനായ വ്യക്തിയെ, കുറ്റാരോപിതനായ വ്യക്തിയെ മാറ്റി നിർത്തി മറ്റൊരാളെ LDF സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ ഞാൻ ഈ മത്സര രംഗത്തേക്ക് വരുമായിരുന്നില്ല. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും പാർട്ടി മെമ്പർഷിപ്പിൽ ഉൾപ്പെടെ വലിയ വിഭാഗം ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന സന്ദർഭത്തിലും അയാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചപ്പോൾ പാർട്ടിക്കകത്ത് ഉയർത്തിക്കൊണ്ടുവന്ന പോരാട്ടം ഇനിയും തുടരണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലും അതിനനുസരിച്ചുള്ള ഒരു നിലപാട് സ്വീകരിച്ചേ മതിയാകൂ എന്ന ബോധ്യത്തിലാണ് ഈ നിലയിൽ സ്ഥാനാർത്ഥിയാകാൻ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ഞാൻ ആലോചിച്ചത്. അങ്ങനെ ആലോചിച്ചപ്പോൾ അതിന് പൂർണ്ണ പിന്തുണ നൽകാൻ തയ്യാറായ ഐക്യജനാധിപത്യ മുന്നണിയെ ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാം. ആ നിലയിൽ പയ്യന്നൂരിന്റെ ചരിത്രം ഇന്നേ വരെ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി അല്ലാതെ മറ്റൊരാളും ജയിച്ചു വരാത്ത ചരിത്രമാണ് പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിലുള്ളത്. ആ ചരിത്രം തിരുത്തി കുറിക്കാൻ നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം. അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ ഉണ്ടാകണം. താഴെത്തലം വരെ ജനങ്ങളിലേക്ക് എത്തി ഈ സന്ദേശം എത്തിക്കാനും വോട്ടഭ്യർത്ഥിക്കാനും സാധിക്കത്തക്ക രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ, ചുരുക്കം ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ, ആ ദിവസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പം അതിന് നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ സഹായവും മുൻകൈയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷനിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സ്ഥാനാർത്ഥി എന്ന നിലയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. UDFിലെ നിരവധി നേതാക്കളും പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഓരോ വീടും ഓരോ സ്വപ്നങ്ങളാണ്. വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കുവാൻ AV Associates നിങ്ങളെ സഹായിക്കും. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. AV Associates മോഡുലാർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ്, കുഞ്ഞിമംഗലം ആൻഡ് കണ്ടോത്ത്. www.avinterior.com. For more details, call 9961339846.